സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ക്ലർക്കിന് കൊടുക്കുന്ന അതേ കിട്ടുമില്ല. കയറുന്നത് തന്നെ എൽ ഡിയുടെയും യു ഡിയുടെയും ഒക്കെ പ്രൊമോഷൻ ആയിട്ടുള്ള ജൂനിയർ സൂപ്രണ്ട് തസ്തികയ്ക്ക് സമാനമായിട്ടുള്ള ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ്. 2.5 ലക്ഷം കോടി നിക്ഷേപം സഹകരണ മേഖലയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ. ഇങ്ങനെയുള്ള ഈ മേഖലയ്ക്ക് പറ്റാത്ത ആളുകളെ ഉണ്ടാവരുത്. പെൻഷൻ, സർക്കാർ ജോലിയുടെ ഒരു ആകർഷകമായ കാര്യം പെൻഷനാണ്. പിന്നെ സഹകരണ മേഖലയിൽ പെൻഷനുണ്ട്. സേവന കാലം കഴിഞ്ഞാൽ കേരള ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് അവർ യോഗ്യതയായി. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും അവസ്ഥ തിരിച്ചാണ്. നമ്മൾ മേഖലയുടെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഒരു കാര്യമൊന്നുമില്ല. ഈ ചോദ്യം എന്നോട് വർഷങ്ങൾക്ക് മുമ്പാണ് ചോദിച്ചെങ്കിൽ ഉണ്ടാകുന്ന ഉത്തരമല്ല ഞാനിപ്പോൾ പറയാം. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയിലെ അവസരങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ നമ്മോടൊപ്പം ചേരുന്നത് സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാർ തസ്തികയിൽ നിന്നും വിരമിച്ച ശ്രീ നൗഷാദ് സാറാണ്. സ്വാഗതം സർ. നമസ്കാരം. സഹകരണ വകുപ്പിൽ നിന്ന് അഡീഷണൽ രജിസ്ട്രാർ ആയിട്ട് സാറ് വിരമിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു തുടക്കം സാർ? ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഫറൂഖ് കോളേജിലായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ JDC എന്ന് പറയുന്നൊരു കോഴ്സുണ്ട് പാലക്കാട് ജില്ലയിൽ ചെയ്തത്. 86 ഞാൻ JDC കോഴ്സ് മോശമല്ലാത്ത രീതിയിൽ പാസ്സായി. അതേ വർഷം തന്നെ നടന്ന PSC കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ടെസ്റ്റ് എഴുതി 1990 ആ ലിസ്റ്റിലെ ആദ്യ റാങ്കുകാരിൽ ഒരാളായിട്ട് ഞാൻ സർവീസ് കയറുക ചെയ്തു. 90 ഡിസംബറിലാണ് ഞാൻ സർവീസിൽ ജൂനിയർ ഇൻസ്പെക്ടറായിട്ട് വയനാടാണ് എൻ്റെ ജോലി ആദ്യത്തെ പോസ്റ്റിംഗ്. 2 വർഷം കഴിഞ്ഞ് മലപ്പുറത്തേക്ക് വരുന്നു. ഏതാണ്ടൊരു 8 കൊല്ലം പിടിച്ചു ഞാൻ സീനിയർ ഇൻസ്പെക്ടർ ആവാൻ. സീനിയർ ഇൻസ്പെക്ടറായി കഴിഞ്ഞ് ഏതാണ്ടൊരു 12 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്തു. ഇടക്കാലത്ത് സീനിയർ ഇൻസ്പെക്ടറായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സഹകരണ പരിശീലന കേന്ദ്രത്തിലെ ലെക്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. 5 വർഷം അസിസ്റ്റന്റ് രജിസ്ട്രാറായി നിർന്നതിന് ശേഷമാണ് എനിക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അതും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ആയിട്ട് ഞാൻ ഡെപ്യൂട്ടി രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് എനിക്ക് 1.5 വർഷം കൊണ്ട് എനിക്ക് ജോയിൻറ്റ് രജിസ്ട്രാറായിട്ട് പ്രൊമോഷൻ കിട്ടി. അത് വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായിരുന്നു ജോയിൻറ്റ് രജിസ്ട്രാറും ജോയിൻറ്റ് ഡയറക്ടറും ഒക്കെ ആയിട്ട് 5 വർഷത്തോളം ഞാൻ അങ്ങനെയാണ് വർക്ക് ചെയ്തത്. റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് എനിക്ക് ഏറ്റവും അവസാനത്തെ പോസ്റ്റായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നോൺ IAS കേഡറിലെ ഏറ്റവും ഉയർന്ന തസ്തിക എന്ന് പറയുന്നത് അഡീഷണൽ രജിസ്ട്രാർ പോസ്റ്റാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് അഡീഷണൽ രജിസ്ട്രാർ പോസ്റ്റിൽ ഞാൻ പ്രൊമോഷനാകുകയും ഏതാണ്ട് 2021 ഞാൻ റിട്ടയർ ആകുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു. ഏതാണ്ടൊരു 32 വർഷത്തെ സർവീസ് കരിയർ എനിക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ ഒരു സർവീസിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഹയസ്റ്റ് തസ്തിക എന്ന് പറയുന്നത് ഈ അഡീഷണൽ രജിസ്ട്രാർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര നേരത്തെ കയറുന്നോ നമുക്ക് അതിനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഒരു 25 വയസ്സിലൊക്കെ ഈ സഹകരണ വകുപ്പിൽ ഒരു ഇൻസ്പെക്ടറായി കയറുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അഡീഷണൽ രജിസ്ട്രാർ തസ്തികയിൽ നിന്ന് വിരമിക്കാൻ സാധിക്കും. വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള ഒരു ഹോട്ട് ഡിപ്പാർട്ട്മെന്റാണിത്. ഇതിൽ സർവീസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു അഡീഷണൽ രജിസ്ട്രാർ തസ്തികയിൽ നിന്ന് വിരമിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആ ഉയരം എത്രയാണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇനി ഞാൻ അടുത്തത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് സഹകരണ മേഖല എന്നുള്ളതാണ്. ഞാൻ സഹകരണ മേഖല തിരഞ്ഞെടുക്കുന്നതിൽ എന്തുകൊണ്ട് എന്നുള്ളതിലൊരു പ്രസക്തിയല്ല. ഞാൻ BCom ആണ് എൻ്റെ ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിരുന്നത്. അന്ന് സഹകരണ മേഖലയിലേക്ക് അധികം ആളുകളുടെ ഒരു കുത്തൊഴുക്കൊന്നും ഇല്ലാത്തൊരു കാലമാണ്. വളരെ കുറഞ്ഞ കോളേജുകളിൽ മാത്രമേ അക്കാലത്ത് സഹകരണം BComന് പഠിക്കുന്നുള്ളൂ.
ഞാൻ പഠിച്ചത് ഫാറൂഖ് കോളേജിലാണ്. അവിടെ ബികോമിന് സഹകരണം അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഐച്ഛിക വിഷയമല്ല. അല്ല. അതുകൊണ്ടാണ് ഞാൻ ബികോം കഴിഞ്ഞതിന് ശേഷം ഈ മേഖലയിലേക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ മേഖലയിലേക്ക് തിരിയുന്നത്. അങ്ങനെയാണ് വലിയ അറിവുണ്ടായത് കൊണ്ട് കയറിയതല്ല. അങ്ങനെ ചിലരൊക്കെ പറഞ്ഞത് കേട്ട് ഈ സഹകരണം പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക ചെയ്തത്. ഇന്ന് നിരവധി പേര് ഈ സഹകരണ മേഖലയിലേക്ക് കടന്നു വരുന്നത്. കാരണം ബികോം കോർപ്പറേഷൻ ഇന്ന് കോമൺ ആയിട്ട് എല്ലായിടത്തും ലഭ്യമാണ്. പിന്നെ സഹകരണ മേഖലയുടെ ഒരു വൈപുല്യം എന്ന് പറയുന്നത് പഴയ കാലത്തിൽ നിന്ന് എത്രയോ വ്യത്യാസമുണ്ട്. ഒരു 10-30 വർഷം മുമ്പ് ഞാൻ സർവീസിലൊക്കെ കയറുന്ന 90-കൾക്ക് ഉണ്ടായിരുന്ന സഹകരണ മേഖലയുടെ വ്യാപ്തിയല്ല എന്നുള്ളത്. ഇന്ന് സഹകരണ മേഖല കൈവക്കാത്ത ഒരു മേഖലയിൽ ഒരു ഉൽപാദന രംഗത്ത്, സേവന രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഒരു വലിയ തൊഴിൽ സാധ്യതയാണ് സഹകരണ മേഖല തുറക്കുന്നത്. അതിൽ ജോലി ചെയ്യുന്നവർക്കും അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെ പരിശോധന മേഖലയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്ന ഓഡിറ്റ് വിഭാഗമായാലും അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ വിഭാഗമായാലും വലിയ സാധ്യതകളാണ്. അപ്പം അതുകൊണ്ടാണ് സഹകരണ മേഖല ഇന്ന് ആളുകൾ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ. അതെ. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഈ നമ്മുടെ യോഗ്യതകളുള്ളവരും ജനറൽ PSCയിലേക്ക് പോകുന്നൊരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? ഒരു ബികോം കഴിഞ്ഞൊരു കുട്ടി, ബികോം അല്ലെങ്കിൽ സഹകരണ പരിശീലനം കഴിഞ്ഞ HDCയോ JDCയോ സഹകരണ പരിശീലനം കഴിഞ്ഞ ഒരു കുട്ടി, അതേപോലെ തന്നെ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞൊരു കുട്ടി, ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏതൊരു തസ്തികയെക്കാളും ഏറ്റവും അവരുടെ ലൈഫിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു മേഖലയും സഹകരണമാണ്. അപ്പോൾ ജനറൽ PSCയിൽ ഇപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമ്മൾ ഏതൊരു 10ാം ക്ലാസ്സുകാരനും ഡിഗ്രിക്കാരനും ഒക്കെ പരീക്ഷ എഴുതാം. അവർ അതുവഴി ഒരു LD ക്ലർക്ക് പരീക്ഷയിൽ കയറുന്നതിനേക്കാൾ ഏറെ നല്ലത് ഒരു ഇൻസ്പെക്ടറായിട്ട്, ഒരു ഡിഗ്രിക്കാരൻ ഒരു ഇൻസ്പെക്ടറായിട്ട് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്ന. കാരണം LD ക്ലർക്ക് 6-7 വർഷം കഴിഞ്ഞിട്ട് UD ക്ലർക്കായി, അതിൽ 6-7 വർഷം കഴിഞ്ഞിട്ട് ഒരു ജൂനിയർ സൂപ്രണ്ട് ആകുന്നതിന് ബദലായിട്ട് പകരമായിട്ട് ഇവിടെ കയറുന്നത് തന്നെ LDയുടെയും UDയുടെയും ഒക്കെ പ്രൊമോഷൻ ആയിട്ടുള്ള ജൂനിയർ സൂപ്രണ്ട് തസ്തികക്ക് സമാനമായിട്ടുള്ള ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ്. അപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയ ഒരു കുട്ടി സെലക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഈ സഹകരണ മേഖലയിലുള്ള ബികോം ഗ്രാജുവേറ്റ്സിനായ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് JDC ഓർ HDC യോഗ്യത ഉള്ളവർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ടത് ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലുള്ള തസ്തികകളാണ്. ഇനി നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള സൊസൈറ്റി കോട്ട അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് വരുമ്പോൾ നമ്മുടെ മെമ്പർ സൊസൈറ്റികളിൽ ഒരുപാടൊരു വേക്കൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യത തന്നെയല്ലേ? കുറേ കാലമായിട്ട് കേരള ബാങ്കിലേക്ക് ഈ അംഗത്വ സംഘങ്ങളിൽ നിന്നുള്ള നിയമനങ്ങൾ ഇല്ലാതായിരുന്നു. കാരണം കേരള ബാങ്കിൻ്റെ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, ജില്ലാ ബാങ്കുകൾ പലയിടത്തും ജില്ലാ ബാങ്കുകൾ നിലനിൽക്കുന്നൊരവസ്ഥ, പിന്നെ നൂറുകൂട്ടം ആ ജില്ലാ ബാങ്കുകളിലൊക്കെ തന്നെ PSC റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്ന അവസ്ഥ, അതൊക്കെ മാറി ഇപ്പോൾ കേരള ബാങ്ക് സുരക്ഷിതമായിട്ട് ഏറെക്കുറെ അതിലെ നിയമനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഇപ്പോൾ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നു. അംഗ സംഘങ്ങളിലെ ജീവനക്കാർക്ക്, സർവീസുള്ള ജീവനക്കാർക്ക് അവർക്ക് കേരള ബാങ്കിൽ ഒരു നിശ്ചിത കോട്ട, അവരുടെ നിയമനങ്ങളിൽ ഒരു 50% കോട്ട വരുന്നതോടുകൂടെ സംഘങ്ങളിലൊക്കെ നിരവധി ഒഴിവുകൾക്കാണ് സാധ്യത. നിരവധി ഒഴിവുകൾ സംഘങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഒഴിവുകളിലേക്കൊക്കെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി നിയമനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊരു വിജിലൻ്റ് ആണെങ്കിൽ, വളരെ വിജിലൻ്റ് ആയിട്ട് ഇതിനെ സൂക്ഷ്മമായിട്ട് ഈ മേഖലയെ നോക്കിക്കാണുന്നൊരു കുട്ടിയാണെങ്കിൽ ഈ 2025 26 അല്ലെങ്കിൽ 27 ആയിട്ട് ഏതെങ്കിലും ഒരു സംഘത്തിലൊക്കെ യോഗ്യതയുള്ളവർക്ക് കയറാൻ പറ്റും. നല്ല ഒരുപാട് വലിയൊരു അവസരമാണ് വരാൻ പോകുന്നത്.
അപ്പോൾ ഇങ്ങനെ സംഘങ്ങളിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് നിശ്ചിത ഒരു പ്രവൃത്തി പരിചയം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഈ സൊസൈറ്റി കോട്ട വഴി വീണ്ടും അവസരങ്ങളാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൽ, ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ, അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ സംഘത്തിൽ, ഒരു അർബൻ ബാങ്കിലോ സർവീസ് സഹകരണ ബാങ്കിലോ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ഒരു 3 വർഷത്തെ മിനിമം സേവനകാലം കഴിഞ്ഞാൽ കേരള ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് അവർ യോഗ്യതയായി. ഒരു 50% സീറ്റുകൾ അവർക്ക് റിസർവ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ 3 കൊല്ലം നമുക്കെല്ലാം അറിയാം, ഒരുപാട് അനുഭവങ്ങൾ, പല നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, നമ്മുടെയൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെയുണ്ട്. 3 വർഷത്തെ 3-4 വർഷം ഒരു സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്ത് അവർ അന്ന് ജില്ലാ ബാങ്കിലേക്കും പിന്നെ കേരള ബാങ്കിലേക്കൊക്കെ തന്നെ റിക്രൂട്ട്മെന്റ് വഴി, അല്ലെങ്കിൽ അവർക്കുള്ള പ്രത്യേക പിന്നെ റിസർവേഷൻ വഴി അവർ കയറുന്നു. അതായത് സർവീസ് ബാങ്കിൽ കയറി പിന്നെ അവർ കേരള ബാങ്കിലേക്ക് എത്തുന്നു. ഒരു റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഭാഗമായിട്ട് അവർ മാറുന്നു എന്നുള്ളതാണ് നല്ലൊരു സാധ്യത. അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവണം എന്നുള്ളതാണ്. അത് ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഈ സഹകരണ മേഖലയിലെ ഈ പരീക്ഷാ ബോർഡിന്റെ എക്സാമിനെ സമീപിക്കണം എന്നുള്ളത്. അതായത് മക്കളെ, നമ്മുടെയൊക്കെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും അവസ്ഥ തിരിച്ചാണ്. അത് ഒരു ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറിക്കൂടുക, കിട്ടിയ ജോലിയിൽ തൃപ്തിയായിട്ട് അവിടെ കൂടുക എന്നുള്ളതാണ്. അതായത് ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനോ ഫ്യൂച്ചറായിട്ട് ഇനിയുള്ള സാധ്യതകളൊക്കെ എടുക്കാനോ അതിന് അവർ പലരും കാണുന്നില്ല. ഇതിനകത്ത് കയറുന്ന ഒരാൾക്ക് ഇപ്പോൾ പിന്നെ ഒരു സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി ഏതെങ്കിലും ഒരു സാധാരണ ഒരു ബാങ്കിനകത്ത്, ഒരു പാക്സിനകത്ത് കയറുന്ന ഒരു ക്ലാസ് വളരെ ലോവർ ആയിട്ടുള്ള ഒരു ബാങ്കിനകത്ത് കയറുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു പെർസിവറൻ്റ് ആയിട്ടുള്ള കഠിനാധ്വാനിയായ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വലിയ സാധ്യതകളാണ്. അവസാനിപ്പിക്കരുത്. ഒരു ജോലിയോടുകൂടെ, കിട്ടിയ ഒരു ജോലിയോടുകൂടെ അവസാനിപ്പിക്കരുത്. തൻ്റെ മുന്നിലുള്ള സാധ്യതകൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കണം. ഇപ്പോൾ ഒരു CSEB എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ക്ലർക്ക്, കാഷ്യർ കേഡറിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ കഴിഞ്ഞ 2024 ഡിസംബർ മാസത്തോടു കൂടെ CSEBയുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയുടെ ഘടനകളിലൊക്കെ കുറച്ച് ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ സംഘങ്ങളുടെയും ക്ലറിക്കൽ പോസ്റ്റ് തൊട്ടുള്ള നിയമനങ്ങളൊക്കെ തന്നെ CSEB ചെയ്തു. സർവീസ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ചില സ്കൂൾ സംഘങ്ങൾ, കോളേജ് സംഘങ്ങൾ, വനിതാ സംഘങ്ങൾ, പിന്നെ SC/ST സംഘങ്ങളൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിർബന്ധമാണ്. 2 കോടി വർക്കിംഗ് ക്യാപിറ്റലിന് മുകളിലുള്ള സംഘങ്ങളുടെയൊക്കെ തന്നെ ക്ലറിക്കൽ തസ്തികയിലേക്ക് സർവീസ് എക്സാമിനേഷൻ ബോർഡിലേക്ക്. അപ്പോൾ സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ കയറുന്നത് ഇപ്പോൾ സംഘങ്ങളുടെ ഗ്രോത്ത് വളരെ പിന്നെ എന്താ പറയുക, വളരെ വിപുലമായിട്ടാണ് ഇന്ന് സംഘങ്ങളൊക്കെ വളരുന്നത്. കാരണം സംഘങ്ങൾക്ക് ബിസിനസ് വല്ലാത്തൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം വിശ്വസിക്കാവുന്ന എന്തൊക്കെ പുഴുക്കുത്തുകൾ ഈ മേഖലയിൽ ഉണ്ടായാലും ഇന്നും വിശ്വസിക്കാവുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് സഹകരണ മേഖല. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ വരുന്നു. പിന്നെ ചില സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകളൊക്കെ വരുന്നു, വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ബ്രാഞ്ചുകളൊക്കെ വരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ അതിനൊക്കെ പുറമെ അപ്പോൾ ഒരു സംഘത്തിനകത്ത് കയറുന്ന ഒരു ആളുകൾക്ക്, കയറി വരുന്ന ഒരാൾക്ക്, ഒരു ജൂനിയർ ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ കേരള ബാങ്കിലേക്കൊക്കെയുള്ള പ്രവേശനം ഉള്ളത് കൊണ്ട് തന്നെ സംഘങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, ഒരു പ്രാദേശികമായ ഉള്ള സ്ഥാപനമാണല്ലോ, അവിടെ വളരെ പെട്ടെന്ന് തന്നെ മാനേജർ തസ്തികയിലേക്കും അല്ലെങ്കിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്കും പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിലേക്കും, ഇനി യോഗ്യതയുണ്ടെങ്കിൽ, കൃത്യമായ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ സെക്രട്ടറി പോസ്റ്റിലേക്കും അല്ലെങ്കിൽ ജനറൽ മാനേജർ തസ്തികകളിലേക്കൊക്കെ തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു പ്രധാന കാരണം ഞാൻ പറയുന്നത്, പഴയ പോലെയുള്ള യോഗ്യതയില്ലാത്തവരല്ല ഇന്ന് സംഘങ്ങളിലുള്ളത്. പണ്ട് ഉള്ളവരെ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ അവിടെ കിടക്കുമായിരുന്നു. ഇന്ന് യോഗ്യത ഉള്ളവരിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പുതുതായി കയറി വരുന്ന ഒരാൾക്ക്
അവന് വളരെ വേഗത്തിൽ ഒരു ആ സംഘത്തിൻ്റെ ഒരു CEO ആവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ 40-45 വയസ്സാകുമ്പോഴേക്ക് പല സംഘങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. 45 വയസ്സായ ആളുകളൊക്കെ അതെ അതിൻ്റെ CEO പദവിയിൽ ഇരിക്കുന്നത്. അതെ അതെ അപ്പോൾ നല്ലൊരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ ഗ്രോത്തിന് വളരെ സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. തീർച്ചയായിട്ടും ഭയങ്കര പിന്നെ പ്രാദേശികമാണല്ലോ അധികവും. അതെ. നമുക്ക് വലിയ ഒരു സെറ്റിൽ ചെയ്യാന്ന് പറയാമല്ലോ നമ്മള്. ഒരു ജോലി കിട്ടി സെറ്റിൽ ചെയ്യുക. ഈ ജോലി കിട്ടി സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് ജോലി കിട്ടി നമുക്കൊരു വീടും കുടുംബവും ഒക്കെ ആയിട്ട് കഴിയുക. അതിന് വലിയ ട്രാൻസ്ഫറുകൾക്ക് സാധ്യതയില്ല. അവർ വളരെ സേഫാണ്. അവനവന്റെ നാട്ടിൽ അല്ലെങ്കിൽ അവനവന്റെ നാടിനടുത്ത് ഒക്കെ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു ആത്മസംതൃപ്തിക്കും ജീവിതം മുന്നോട്ട് പോകാനൊക്കെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് വീട്ടിനടുത്ത് നമുക്കറിയുന്ന ആളുകളുടെ ചുറ്റുപാടത്ത് എപ്പോഴും വീട്ടിലേക്ക് വരാവുന്ന ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ എന്നും വീട്ടിലേക്ക് എത്താവുന്ന ഒരു കണ്ടീഷനിൽ ജോലി ഒരു സെക്യൂർഡാണ് സഹകരണ മേഖലയിലുള്ള ജോലി എന്ന് പറയുന്നത്. ഇനി കോപ്പറേറ്റീവ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വരുന്ന ഒരു കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ നമ്മളെ ഈ സഹകരണ മേഖലയിലെ ഒരു ജോലിയും ഗവൺമെൻറ് സെക്ടറിലെ ഒരു ജോലിയും തമ്മിലൊരു കമ്പാരിസൺ വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ജോബ് സെക്യൂരിറ്റിയെ കുറിച്ച് സാറിന് പറയാൻ? ഇതിൽ പിന്നെ സർക്കാർ ജോലിയാണോ സഹകരണ മേഖലയിലെ ജോലിയാണോ എന്നൊക്കെ പറഞ്ഞാൽ ഈ ചോദ്യം എന്നോട് വർഷങ്ങൾക്ക് മുമ്പാണ് ചോദിച്ചെങ്കിൽ ഉണ്ടാകുന്ന ഉത്തരമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ കാലികമായിട്ട് ഇന്ന് വളരെ സേഫായ സെക്യൂർഡായ ജോലികളിലൊന്നാണ് സഹകരണ മേഖലയിലെ ജോലി. കാരണം ഇന്ന് ഒരുപാട് സേവനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ സഹകരണ ജീവനക്കാർക്ക് ഉണ്ട് എന്നുള്ളത്. ഒന്ന്, മികച്ച ഒരു ശമ്പള സ്കെയിൽ അവർക്ക് ഇന്ന് വാങ്ങാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ ഒരു ഫൈനാൻഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക് അത്തരം ആ സംഘത്തിൻ്റെ വളർച്ചയുടെ തോതനുസരിച്ച് ശമ്പള സ്കെയിലിൽ വ്യത്യാസം വരും. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നിശ്ചയിക്കുന്ന ഒരു കാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അവന് കിട്ടുക. അതൊരു സർക്കാർ തന്നിട്ടില്ലെങ്കിൽ അതിൽ കിട്ടാനും കഴിയില്ല. നേരെ മറിച്ച് ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ അങ്ങനെയല്ല. ഒരു ഇത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടാവുക, അല്ലെങ്കിൽ മൂലധന അല്ലെങ്കിൽ അതിൻ്റെ നിക്ഷേപങ്ങൾ, വായ്പ ബാക്കി നിൽപ്പ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സംഘത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ മാറുന്നു. അത് ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ ഇതിനനുസരിച്ച് കൂടിക്കൂടി വരും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ശമ്പള സ്കെയിലും മാറ്റങ്ങൾ വരും. അപ്പോൾ ജീവനക്കാർ മൊത്തത്തിൽ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ശമ്പള സ്കെയിൽ മാറ്റണം, വലുതാകണം എങ്കിൽ അവർ ഒന്നിച്ച് വർക്ക് ചെയ്താൽ അവരുടെ ശമ്പള സ്കെയിൽ മാറുന്നു. അത് അവരുടെ ജീവിത നിലവാരത്തിനെ മാറ്റുന്നു. സംഘം വളരുമ്പോൾ കൂടെ ജീവനക്കാർക്കും വരാൻ പറ്റും. ഇത് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് പറ്റില്ല. സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ക്ലർക്കിന് കൊടുക്കുന്ന അതേ കിട്ടുള്ളൂ. ആ നിശ്ചിത സമയത്തിൽ വരുന്ന മാറ്റങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സർക്കാർ ജോലിയിൽ ഉണ്ടാകുന്ന മറ്റൊന്ന് പിന്നെ പെൻഷൻ സർക്കാർ ജോലിയുടെ ഒരു ആകർഷകമായ കാര്യം പെൻഷനാണ്. ഇന്ന് സഹകരണ മേഖലയിലും പെൻഷനുണ്ട്, മോശമല്ലാത്ത രീതിയിലുള്ള പെൻഷനുണ്ട്. മാത്രമല്ലല്ലോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളും മികച്ച ശമ്പളം മേടിക്കും ഒരു സർക്കാരിലെ ഒരു ക്ലർക്കിന് കിട്ടുന്നതിനേക്കാളും ശമ്പളമാണ് ഒരു സഹകരണ ബാങ്കിലെ ക്ലർക്കിന് വരുന്നത്. ഒരു സർക്കാരിലെ ഒരു മുതിർന്ന ഓഫീസർക്ക് കിട്ടുന്നതിനേക്കാളും മികച്ച ശമ്പളമാണ് ഒരു സഹകരണ ബാങ്കിനകത്തെ ഒരു സെക്രട്ടറിക്ക് കിട്ടുക. അപ്പോൾ പിന്നെ വലിയ ശമ്പളം മേടിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പെൻഷൻ ഇല്ലെങ്കിൽ പോലും പെൻഷൻ ഉണ്ടെന്ന്. അല്ല, ജീവിത സായാഹ്നത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് പെൻഷനാണ്. അതിന്ന് സഹകരണ മേഖലയിലുണ്ട്, വലിയ മോശമൊന്നുമല്ല. മാത്രമല്ല മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ തന്നെ ആനുകൂല്യങ്ങളുള്ള വെൽഫെയർ, കോപ്പറേറ്റീവ് വെൽഫെയർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. ചികിത്സാ ചെലവുകളൊക്കെ കുറിച്ചൊക്കെയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതികൾ, ഇതൊക്കെ സഹകരണം ഈ മേഖലയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നേരത്തെ സാറ് പറഞ്ഞു ഒരു 10 വർഷം മുമ്പത്തെ ഉള്ള ഒരു സംഘങ്ങളല്ല ഇപ്പോൾ.
അപ്പോൾ അത് പ്രതിഫലിക്കുന്നത് നമുക്ക് CSEBD എക്സാമിലും നമുക്ക് ആ പ്രതിഫലനം കാണാം. അപ്പോൾ സൊസൈറ്റികളിൽ ഈ സഹകരണ മേഖലയിലെ മത്സരം കടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണോ ഈ പാറ്റേൺ, അതായത് ഈ എക്സാമുകളിൽ വന്നിട്ടുള്ള പാറ്റേൺ ചേഞ്ചിൻ്റെ ഒരു സൂചിപ്പിക്കുന്നത്? അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പരീക്ഷകളിലൊക്കെയാണ് CSEBയുടെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷകളിൽ നേരത്തെ ഉണ്ടായിരുന്നുള്ള കുറച്ച് പാറ്റേണിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ. ഒന്ന് പിന്നെ 80 മാർക്കിൻ്റെ പരീക്ഷയായിരുന്നു. 80 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ 160 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അത് 80 മാർക്കല്ല, 100 മാർക്കായി. 100 മാർക്കിൻ്റെ പരീക്ഷകളായി. പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ പാറ്റേണിൽ വ്യത്യാസം വന്നു. അതൊരു PSC പരീക്ഷ രീതിയിൽ കാണാതെ പഠിച്ച് പോയി എഴുതുന്ന രീതി നടക്കില്ല. അതായത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളിൽ ഉണ്ടായിരുന്നൊരു ചോദ്യപേപ്പർ നോക്കിപ്പോയാൽ CSEBയുടെ പരീക്ഷ ജയിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത് പോരാ. ഇന്ന് നല്ല മികച്ച പരിശീലനം കിട്ടണം. ഇന്നൊരു പരിശീലനം കിട്ടിയെങ്കിലാണ് ഇന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നു. ആപ്ലിക്കേഷൻ ലെവലിൽ മാത്രമല്ല, പൊതു ചോദ്യങ്ങളും സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമൊന്നുമല്ല, പൊതു ചോദ്യങ്ങളും അതിലേക്ക് വന്നു. ഇന്റർവ്യൂവിൽ വ്യത്യാസം വന്നു. നേരത്തെ പ്രാദേശികമായ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലൊക്കെ നമുക്ക് ഒരു 5 മാർക്കൊക്കെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അതൊക്കെ ഇല്ലാതായി. ഇന്നിപ്പോ തിരുവനന്തപുരത്തുകാർക്ക് മഞ്ചേരിയിൽ ജോലി നേടാം, അല്ലേ? അല്ല, കോഴിക്കോട്ടുകാർക്ക് അങ്ങ് ആലപ്പുഴയിൽ ജോലി നേടാം. കാരണം എന്താണ്? പ്രാദേശികമായി 5 മാർക്ക് എന്ന് പറയുന്നത് CSEBയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 20 മാർക്കിന്റെ ഇന്റർവ്യൂവിൽ 16 മാർക്ക് വരെ പെർഫോമൻസിന് കിട്ടും. ഒരു കുട്ടി അറ്റൻഡ് ചെയ്താൽ ആ കുട്ടിക്ക് 4 മാർക്കുണ്ട്. അറ്റൻഡൻസ് 4 മാർക്കാണ്, പെർഫോമൻസിന് 16 മാർക്കാണ്. നേരത്തെ 20 മാർക്ക് തന്നെയായിരുന്നു, പക്ഷെ 5 മാർക്ക് നേറ്റിവിറ്റിയാണ്. ആ കുട്ടിയുടെ ആ സ്ഥിതിയൊക്കെ ഇപ്പോൾ മാറി, പുതിയ ഇതനുസരിച്ച് മാറി. അപ്പോ മാത്രമല്ല, ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലുള്ള വന്ന മാറ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. പഴയ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കി പോയി പരീക്ഷ എഴുതി ഏതെങ്കിലും ഒരു ലിസ്റ്റിനകത്ത് കയറി കൂടുന്ന അവസ്ഥ ഇപ്പം ഇല്ല. ഇപ്പോൾ ഒന്നിരുന്ന് നല്ല പരിശീലനം കിട്ടണം, നന്നായിട്ട് റെഫർ ചെയ്യണം, നന്നായിട്ട് ഒരു പിയർ ഗ്രൂപ്പ് സ്റ്റഡി വേണം, ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ മുഖത്തുനിന്ന് പഠിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആപ്ലിക്കേഷൻ ലെവലിൽ കിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ ലെവലാണ് വലിയ പ്രധാനം. മറ്റത് പുസ്തകം വായിച്ചാൽ അത് കിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ആ പഴയ കാലത്ത്. അത് ഇതിനകത്തുനിന്ന് തെരഞ്ഞെടുത്തത് മതിയായിരുന്നു. ഇന്ന് ചോദ്യങ്ങളിൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ അതാണുള്ള ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തും. ആ ആപ്ലിക്കേഷൻ ലെവലാണ് ഇന്നത്തെ പരീക്ഷകൾ. അറിവുള്ളവർ വരട്ടെ എന്നുള്ളതാണ്. അതിന് അപ്പോൾ അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞൊരു ഫീൽഡാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി കയറി കൂടിയ പോരാ. അവന് ചാലഞ്ച്, വളരെ വലിയ ചാലഞ്ചാണ് സഹകരണ മേഖലയിൽ ഉണ്ടാകുന്നത്. മത്സരിക്കാനുള്ളത് വലിയ നാഷണലൈസ്ഡ് ബാങ്കുകളോട്, അല്ലെങ്കിൽ അതെ, നാഷണലൈസ്ഡ് ബാങ്കുകളോട്, സാങ്കേതികതയോട് മത്സരിക്കണം. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെ എടുത്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്ന പ്രാപ്തി ഉണ്ടാവണം. ആ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വായ്പ കണ്ടെത്തണം. പഴയ വായ്പ, വിവാഹ വായ്പയും വീട് വായ്പയും അല്ലെങ്കിൽ തൊഴിൽ വായ്പയുമായിട്ടിരുന്നാൽ പോരാ. പുതിയ കാലഘട്ടത്തിന്റെ വായ്പ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു ആപ്പുകൾ വഴി വരെ ലോൺ കിട്ടുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും. മാത്രമല്ല, ചതിക്കുഴികളൊക്കെ ഉള്ളൊരു കാലമാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയണം. അപ്പോൾ അതിന് ഏറ്റവും പിന്നെ വേറൊരു ഘടകം കൂടെ ഉണ്ട്. മാഡം ചോദിച്ചൊരു ചോദ്യത്തിൽ ഇപ്പോൾ നമുക്ക് ചില മീഡിയകളൊക്കെ തന്നെ ഈ മേഖലയെക്കുറിച്ച്, നമ്മൾ മേഖലയിലെ അപകടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഒരു കാര്യമൊന്നുമില്ല. പണ്ട് കാലത്ത് ഈ സാമ്പത്തിക സ്ഥാപനങ്ങളിലൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അത് എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കേണ്ടത് ചില മാധ്യമ താല്പര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ മേഖലക്ക് പറ്റാത്ത ആളുകളെ ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ, അപ്പൊ ഈ പുതിയ റിക്രൂട്ട്മെന്റുകൾ, പുതിയ ചെറുപ്പക്കാർ കയറി വരണം, ചാലഞ്ചിങ് ആയ ചെറുപ്പക്കാർ വരണം, മൂല്യബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള ചെറുപ്പക്കാർ വരണം. അതൊക്കെയാണ് ആ പരീക്ഷയിൽ ഇപ്പൊ കാണുന്നത്. ഇപ്പൊ മാറ്റം വരുന്നത്. CSEBയുടെ പരീക്ഷയിൽ വെറുതെ കയറി അങ്ങോട്ട് കയറി പോയിട്ട് പരീക്ഷ, ഒരു 10 സംഘത്തിന്റെ പരീക്ഷ എഴുതി ഏതെങ്കിലും ഒരു സംഘത്തിന്റെ ലിസ്റ്റിൽ വരുന്നത് ഇനി നടക്കില്ല.
നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ഇത്രയും അടിത്തറയുള്ള ഒരു മേഖലയാണ്. അതെ അപ്പോൾ ഇനി നമ്മൾ അതിന്റെ വളർച്ചയാണ്. അതെ അതെ അതെ, അപ്പോൾ അതിന് ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആളുകൾ വരട്ടെ അതെ എന്നുള്ളത്. അതെ 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 ഇത് ഈ സഹകരണ മേഖല ഇപ്പം എല്ലാവരും കാണുന്നത് ഇപ്പോൾ 2.5 ലക്ഷം കോടിയോളം നിക്ഷേപം മേഖലയിൽ. അയ്യ, അതെ അതെ, ചെറുതല്ലത്. അതെ. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര അധികം ഇത്രയും നിക്ഷേപം ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. അതെ 2.5 ലക്ഷം കോടി നിക്ഷേപം സഹകരണ മേഖലക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ്. അതെ അതെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പ്രചരണം നടത്തിയിട്ടും ഒരു നിക്ഷേപ സമാഹരണം വന്നാൽ അതെ ഇപ്പോഴും സഹകരണ ബാങ്കുകൾക്ക് അതിന് ദിവസങ്ങൾ കൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവർ കഴിയും. അതിന്റെ അതെ, 3 ഇരട്ടിയോ 4 ഇരട്ടിയോ അവർ കിട്ടും. അതുകൊണ്ടാണ് കിട്ടുന്നത്. അതാ വിശ്വാസം, ജനങ്ങളുടെ വിശ്വാസം പോയിട്ടില്ല അതെ, എന്നുള്ളത്. ജനങ്ങൾക്ക് ഇപ്പോഴും അവിടെ വിശ്വാസമുള്ളൂ വിശ്വാസമുണ്ട് ഉള്ളൂ. ഉള്ളു. അപ്പോ അതിലേക്ക് പ്രാപ്തിയുള്ള ആളുകൾ വരേണ്ടത് വരണം. ആവശ്യമാണ്. അതെ, ആ വിശ്വാസം നീ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതെ അതെ അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസ് വരുമ്പോൾ നമ്മൾ ഈ വിശ്വാസം മുറുകെ പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. കറക്റ്റ്. അപ്പോൾ അത് മുറുകെ പിടിക്കുന്ന ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതെ, അപ്പോൾ എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയും അതിന് പ്രതിജ്ഞാബദ്ധമാണ്. നമ്മൾ കഴിവുള്ളവർ മേഖലയിലേക്ക് വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളോട് സഹകരണ മേഖലയിലെ അവസരങ്ങളെക്കുറിച്ചും എന്താണ് സാധ്യതകളെക്കുറിച്ചും നമ്മളോട് സംസാരിച്ച ശ്രീ നൗഷാദ് സാറിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു. പ്രാപ്തിയുള്ളവർ സഹകരണ മേഖലയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമി നിങ്ങളെ അതിന് പ്രാപ്തരാക്കുന്നതാണ്. എല്ലാവർക്കും എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പഠനം തുടങ്ങാം.